ഹായ് ഓൾ, അനിമൽ കിങ്ഡം നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രസൻറ്റേഷൻ വഴി നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രസൻറ്റേഷൻ വെച്ച് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നോട്ട് വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലേക്ക് പോവാം. ആനിമൽസ് ആർ യൂക്കാരിയോട്ടിക്, മൾട്ടി സെല്ലുലാർ ആൻഡ് ഹെട്രോട്രോഫിക് ഓർഗാനിസം. ആനിമൽസിനെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. ഈ കോഡാറ്റ എന്താണെന്ന് നമ്മൾ നോക്കാം. ആനിമൽസ് ഹാവിങ് നോട്ടോകോഡ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ലൈഫ്, എംബ്രിയോണിക്കോ ലാർവലോ അഡൽട്ട് സ്റ്റേജിലോ നോട്ടോകോഡ് പ്രസൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് കോഡാറ്റ എന്ന് വിളിക്കാം. നോട്ടോകോഡ് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് പോയാൽ മതി. അവിടെ നോട്ടോകോഡ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായാൽ മതി. അത് പിന്നെ വെർട്ടിബ്രൽ കോളം റീപ്ലേസ് ചെയ്താലും അവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ നമുക്ക് കോഡാറ്റ എന്ന് വിളിക്കാൻ പറ്റും. ഈ നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ സിലിണ്ട്രിക്കൽ റോഡ് പ്രസൻറ്റ് ഇൻ ദ ബോഡി. ഓൾ കോഡേറ്റ്സ് പൊസസ് ദിസ് സ്ട്രക്ചർ ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്. സാധാരണ കോഡേറ്റ്സുകൾ എംബ്രിയോണിക് സ്റ്റേജിലാണ് നോട്ടോകോഡ് ബോഡിയിൽ ഉണ്ടാവല്. ഒരു റഫ് സ്കെച്ച് വരച്ചിട്ടുണ്ട്. എംബ്രിയോണിക് സ്റ്റേജിൽ നോട്ടോകോഡ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഈ നോൺ കോഡേറ്റ്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ആനിമൽസ് ഇൻ വിച്ച് ദ നോട്ടോകോഡ് ഈസ് ആബ്സെൻറ്റ് ആർ നോൺ എസ് നോൺ കോഡേറ്റ്സ്. അവർക്ക് അങ്ങനെ ഒരു സാധനം തന്നെ ബോഡിയിൽ വരാറില്ല. അതിനെ പറയുന്ന പേരാണ് നോൺ കോഡേറ്റ്സ്. ഇനി അടുത്ത് നോക്കാം, വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത് കോഡേറ്റ്സ് ആണ്, അതായത് നോട്ടോകോഡ് ബോഡിയിൽ വന്നു പോകുന്നുണ്ട്. ഇൻ വിച്ച് ദ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വെർട്ടിബ്രൽ കോളം. അത് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് വന്നാൽ മതി ബോഡിയിൽ. അപ്പോൾ നോട്ടോകോഡ് ഉണ്ടായിട്ടുണ്ട്, പിന്നീട് ആ നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വെർട്ടിബ്രൽ കോളം വരുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെർട്ടിബ്രേറ്റ. ഇനി പ്രോട്ടോകോഡാറ്റ. പ്രോട്ടോകോഡാറ്റ എന്ന് പറയുന്നത് കോഡേറ്റ്സ് ഇൻ വിച്ച് ദ നോട്ടോകോഡ് ഈസ് നോട്ട് റീപ്ലേസ്ഡ് ബൈ ദ വെർട്ടിബ്രൽ കോളം, ദാറ്റ് ഈസ് കോഡേറ്റ്സ് വിച്ച് റീറ്റെയിൻ ദ നോട്ടോകോഡ് ആർ നോൺ എസ് പ്രോട്ടോകോഡാറ്റ. പ്രോട്ടോകോഡാറ്റ എന്ന് പറയുന്നത് നോട്ടോകോഡ് വെർട്ടിബ്രൽ കോളത്താൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല. അതായത് ആ ബോഡിയിൽ എപ്പോഴും നോട്ടോകോഡാണ് ഉണ്ടാവുക അതിൻ്റെ ലൈഫ് ലോങ്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാനുള്ളത് കോഡാറ്റയാണ്. കോഡാറ്റയിലുള്ളത് തന്നെയാണ് പ്രോട്ടോകോഡാറ്റയും വെർട്ടിബ്രേറ്റിംഗ്, കാരണം രണ്ടിലും നോട്ടോകോഡ് പ്രസൻ്റ് ആണല്ലോ. ഇനി നോൺ കോഡാറ്റ ഫൈല നോക്കാം. പോറിഫെറ, നിഡേറിയ, ടിനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, എഷെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമാറ്റ, ഹെമികോഡാറ്റ, കോഡാറ്റ. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് കുറച്ച് കീ ടേംസ് നമുക്ക് നോക്കാം. ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് പ്ലേസസ് ഓർ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്. ഓക്കെ, ഹാബിറ്റാറ്റ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ടെറസ്ട്രിയൽ, ഏരിയൽ, അക്വാറ്റിക്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ലാൻഡിലാണ് ജീവിക്കുന്നത്, ഏരിയൽ എന്ന് പറഞ്ഞാൽ എയറിലാണ് ജീവിക്കുന്നതെങ്കിൽ അക്വാറ്റിക് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറും ഉണ്ട് മറൈനും ഉണ്ട്. മറൈനിൽ അതായത് കടലുകളിലൊക്കെ ജീവിക്കുന്നവരും ഉണ്ട്, ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നവരും ഉണ്ട്. സോൾട്ടി വാട്ടറാണ് മറൈൻ വാട്ടർ എന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, ലോക്കോമോഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇനി അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം 2 ടൈപ്പ് ഉണ്ട്: സെസൈൽ ഓർ സെഡൻഡറി, പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ഫ്രീ സ്വിമ്മിങ്. സെസൈൽ ഓർ സെഡൻഡറി എന്ന് പറഞ്ഞാൽ ബോഡി ഒന്നിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡെഫിനേഷൻ വരുന്നുണ്ട്: ആനിമൽസ് വിച്ച് റിമെയിൻ അറ്റാച്ച്ഡ് ഓൺ സം ഒബ്ജക്റ്റ് ഓർ സബ്സ്ട്രാറ്റം. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ പാറക്കല്ലോ അതിമോ ഒട്ടിപ്പിടിച്ച് വളരുന്ന ഓർഗാനിസംസ്, അതിനെ പറയുന്ന പേരാണ് സെസൈൽ ഓർ സെഡൻഡറി. അതിൻ്റെ എക്സാമ്പിളാണ് കോറൽ റീഫ്. ഇനി ഫ്രീ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ദാറ്റ് ക്യാൻ സ്വിം ഫ്രീലി. അതിൻ്റെ എക്സാമ്പിളാണ് ഫിഷ്. ഈ ആനിമൽ ക്യാരക്ടേഴ്സ് നോക്കാം. ഒന്ന്, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആദ്യം വരുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഹിയർ ദ ബോഡി ഈസ് ഫോംഡ് ഓഫ് ലൂസ് അഗ്രിഗേറ്റ്സ് ഓഫ് സെൽസ് വിച്ച് ആർ നോട്ട് ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ്. അതായത് ബോഡിയിലുള്ളത് ഫുൾ സെൽസ് ആണ്, ടിഷ്യൂസ് ആയിട്ടൊന്നും മാറിയിട്ടില്ല. അതിനെ പറയുന്ന പേരാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പോറിഫെറ. ഈ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഹിയർ ദ ബോഡി ഈസ് ഫോംഡ് ഓഫ് സെൽസ് വിച്ച് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ്. സെൽസുകൾ ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട് ആ ബോഡിയിൽ. അതിനെ പറയുന്ന പേരാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് നിഡേറിയ, ടിനോഫോറ. ഇനി അടുത്തത് നോക്കാം, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഹിയർ ദ ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഓർഗൻ. ഈച്ച് ഓർഗൻ ഹാസ് സ്പെസിഫിക് ഫങ്ഷൻ. അപ്പം ടിഷ്യൂസുകൾ ചേർന്നിട്ടാണല്ലോ ഓർഗൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓർഗൻസുകൾ ആ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഓരോ ഓർഗനും ഓരോ ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളാണ് പ്ലാറ്റിഹെൽമിന്തസ്. ഇനി അടുത്തത് നോക്കാം, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഹിയർ ഡിഫറെൻറ്റ് ഓർഗൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു സിസ്റ്റം പെർഫോംസ് എ സെറ്റ് ഓഫ് സ്പെസിഫിക് ഫങ്ഷൻ. അതായത് ഓർഗൻസുകൾ ചേർന്നിട്ടൊരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം, അതിൽ പല ഓർഗൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. എക്സ്ക്രീറ്ററി സിസ്റ്റം, അതിൽ പല
പാർട്സും ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാൽ ഓർഗൻസുകൾ ചേർന്നിട്ടൊരു സ്പെസിഫിക് ഫങ്ഷൻ, ഒരു ഫങ്ഷനാണല്ലോ ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഓർഗൻസ് ചേർന്നിട്ട് ഒരു സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഓർഗൻ സിസ്റ്റങ്ങൾ ആ ബോഡിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അങ്ങനെ അവരിൽ കാണുന്ന ആ ഒരു ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എൻ്റെ എക്സാമ്പിൾ അഷൽമിന്തസും കോഡാറ്റയാണ്. ഈ ബോഡി സിമെട്രീനെ ബേസ് ചെയ്തുകൊണ്ട് ആനിമൽസിൽ കാണപ്പെടുന്ന ഒന്നാണ് സിമെട്രിക്കൽ ആനിമൽസ്. ബോഡി കനോട്ട് ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ് അറ്റ് എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ വെച്ച് ബോഡീനെ 2 ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെ പറയുന്ന പേരാണ്, ഒരു സിമെട്രി ഉണ്ടാവില്ല അതിന്, ഒരു പ്രത്യേക ഒരു ഷേപ്പ് ഉണ്ടാവില്ല അതിന്, അതിനെ പറയുന്ന അപ്പം അതാണ് സിമെട്രിക്കൽ ആനിമൽസ്. അതിൻ്റെ എക്സാമ്പിൾ പോറിഫറാണ്. ഓക്കെ, ഇനി റേഡിയൽ സിമെട്രി. ബോഡി ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് അറ്റ് എനി പ്ലെയിൻ. എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റേഡിയൽ സിമെട്രി. ഓക്കെ, റേഡിയൽ സിമെട്രീൻ്റെ എക്സാമ്പിളാണ് നിഡേറിയ, ടിനോഫോറ, എക്കിനോഡെർമാറ്റ. ഇനി വരുന്നത് ബൈലാറ്ററൽ സിമെട്രിയാണ്. ബോഡി ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ഓൺലി ത്രൂ 1 പ്ലെയിൻ പാസിങ് ത്രൂ ദ മീഡിയൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ഒരു പ്രത്യേക ആക്സിസിലൂടെ കട്ട് ചെയ്താൽ മാത്രം 2 ഹാഫ്സ് കിട്ടുന്നതിന് പറയുന്ന പേരാണ് ബൈലാറ്ററൽ സിമെട്രി. ഇതിൻ്റെ എക്സാമ്പിളാണ് പ്ലാറ്റിയൽമിന്തസും മൊളുസ്കയും. പ്ലാറ്റിയൽമിന്തസ്, മൊളുസ്ക, ഹെമികോഡാറ്റ, കോഡാറ്റ. ഈ ബൈലാറ്ററൽ സിമെട്രിക്കൽ ആനിമൽസ് ഹാവ് ആൻ ആൻറ്റീരിയർ എൻഡും പോസ്റ്റീരിയർ എൻഡും ഉണ്ടാവും. ഒരു ഫ്രണ്ടിലെ ഓപ്പണിങ്ങും ഒരു ഫ്രണ്ടും ഒരു ബാക്കും ഉണ്ടാവും. അതേപോലെ തന്നെ 4 സൈഡ്സും കാണപ്പെടാറുണ്ട്. നമുക്കറിയാം, അപ്പർ ഡോർസൽ സൈഡ്, വെൻട്രൽ സൈഡ്, ലോവർ സൈഡ്, പിന്നെ 2 ലാറ്ററൽ സൈഡ്സും. ഓക്കെ, ഈ ഫിഷിനെ വെച്ചിട്ട് ഞാനൊരു ഈ പറഞ്ഞ സൈഡ്സുകളൊന്ന് മനസ്സിലാക്കി തരാം. ഇത് ആൻറ്റീരിയർ എൻഡാണ്, ഇത് പോസ്റ്റീരിയർ എൻഡാണ്, ഇതാണ് മേലെ കാണിച്ചിരിക്കുന്നതാണ് ഡോർസൽ സൈഡ്, അടിഭാഗമാണ് വെൻട്രൽ സൈഡ്, ലോവർ സൈഡ് ഫിഷിനെ വെച്ചിട്ട്, പിന്നെ 2 സൈഡുകൾ ലാറ്ററൽ സൈഡ്. ഓക്കെ, ഈ ജേം ലെയേഴ്സ്. In some organisms, embryonic cells are organized into 2 germ layers, outer ectodermum inner endodermum. എന്നിട്ട് ഈ 2 ലെയേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഉണ്ടാവും, മീസോഗ്ലിയ എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഫൈലം നിഡേറിയ ആൻഡ് ഫൈലം ടിനോഫോറ. ദ എക്ടോഡേം, എൻഡോഡേം, നടുവിലൊരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, അതിനെ പറയുന്ന പേര് മീസോഗ്ലിയ. ഇതാണ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. ഇൻ സം ആനിമൽസ് ദർ ആർ 3 germ layers, ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും മിഡിൽ മീസോഡേമും. ഈ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. ഓക്കെ, ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ പ്ലാറ്റിയൽമിന്തസ്, അഷൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമാറ്റ, ഹെമികോഡാറ്റ ആൻഡ് കോഡാറ്റ. എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. ഓക്കെ, ട്രിപ്ലോബ്ലാസ്റ്റ് സീലം from Aschelminthus. Pseudocoelom is present in ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്യൂഡോസീലം പ്രസൻറ്റ് ചെയ്യണ ഒന്ന് അഷൽമിന്തസ് മാത്രമാണ്. ഓക്കെ, സ്യൂഡോസീലം അതിലേക്ക് വരുന്നുള്ളൂ, സീലം. ഓക്കെ, അപ്പോൾ ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സീലം എന്ന് പറയുന്നത് അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സ്യൂഡോസീലം ഉള്ളത് അഷൽമിന്തസിൽ മാത്രമാണ്. ബോഡി ക്യാവിറ്റി സീലം. ഓക്കെ, പിന്നെ ഇവിടെ എഴുതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ ട്രിപ്ലോബ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത് പ്ലാറ്റിയൽമിന്തസ് മുതലാണ് എന്ന് ഞാൻ ഒരു ഹിൻഡ് എഴുതി വെച്ചാണ്, അത് ശ്രദ്ധിക്കണ്ട. ഓക്കെ, ബോഡി ക്യാവിറ്റി എന്ന് പറയുന്ന പേരാണ് സീലം. സീലം ഈസ് എ ബോഡി ക്യാവിറ്റി പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ ലൈൻഡ് ബൈ മീസോഡേർമൽ സെൽസ്. സീലം എന്ന് പറയുന്നത് ഒരു ബോഡി ക്യാവിറ്റിയാണ്, അത്ര മനസ്സിലാക്കിയാൽ മതി. ഓൺ ദ ബേസിസ് ഓഫ് സീലം ആനിമൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3. സീലം ബേസ് ചെയ്തിട്ട് ആനിമൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അസീലോമേറ്റ് ആനിമൽസ് വിത്തൗട്ട് സീലം. ആനിമൽസിൽ സീലം ഉണ്ടാവില്ല, ഒരു ബോഡി ക്യാവിറ്റി ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിളാണ് പോറിഫെറ, നിഡേറിയ, ടിനോഫോറ, പ്ലാറ്റിയൽമിന്തസ്. അതിൽ ഇങ്ങനെയാണ് കാണുക, 3 ലെയേഴ്സ് കണ്ടിട്ടില്ലേ, ഇങ്ങനെയാണ് കാണുക. അതായത് ഒരു ക്യാവിറ്റി ഉണ്ടാവില്ല, ഒരു സ്പേസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ സ്യൂഡോസീലോമൈറ്റ് ആനിമൽസ് ആണ്. സം ആനിമൽസ് ഹാവ് ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേർമൽ സെൽസ്. മീസോഡേർമൽ സെൽസിനെ കൊണ്ട് ലൈൻ ചെയ്യാത്ത ബോഡി ക്യാവിറ്റികൾ കാണും. അപ്പം മീസോഡേർമൽ സെൽസ് അവിടെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണപ്പെടുക. മീസോഡേം പറഞ്ഞാൽ
മിഡിലുള്ള ആ ലെയർ സ്കാറ്റേർഡ് പൗച്ചായിട്ടാണ് കാണുക. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് സ്യൂഡോസീലോമേറ്റ് ആനിമൽസ്. അതിൻ്റെ എക്സാമ്പിളാണ് എഷൽമിന്തസ്. എഷൽമിന്തസ് മാത്രമാണ് സ്യൂഡോസീലോമേറ്റ് ആയിട്ടുള്ള ഒരു ആനിമൽ. അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, യൂസീലോമേറ്റ് ആനിമൽസ്. സം ഓർഗാനിസംസ് ഹാവ് ട്രൂ സീലം വിച്ച് ഇസ് ലൈൻഡ് ബൈ മീസോഡേർമൽ സെൽസ്. അപ്പോൾ ട്രൂ സീലം എന്ന് പറയുന്നത് ആ സീലത്തിനെ ലൈൻ ചെയ്തുകൊണ്ട് മീസോഡേർമൽ സെൽസ് കാണുന്നുണ്ട്. ഓക്കെ, സച്ച് ഓർഗാനിസംസ് ആർ കോൾഡ് യൂസീലോമേറ്റ്. യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ്. അപ്പോൾ ട്രൂ സീലോമേറ്റ് അല്ലെങ്കിൽ യൂസീലോമേറ്റ് ആനിമൽസ്. അതിൻ്റെ എക്സാമ്പിളാണ് അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമാറ്റ, ഹെമികോഡാറ്റ, കോഡാറ്റ. In segmentation, it is a linear division of body into repeating segments or metamers. ബോഡീനെ ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള ഡിവിഷൻസ് കാണുക. ഓക്കെ, ഇതിപ്പോൾ ഒരു ഓർഗാനിസം ആണെങ്കിൽ ഇങ്ങനെ ഡിവിഷൻസ് കാണുക. അതിനെ പറയുന്ന പേരാണ് സെഗ്മെൻറ്റേഷൻ. അതിൻ്റെ എക്സാമ്പിൾ അനലീഡയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെറ്റാമറിസം. ബോഡി ഇങ്ങനെ ലീനിയർ ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് മെറ്റാമറിസം. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് സർക്കുലേഷൻ, animals are divided into two. Animals with open circulation. Open circulation പറഞ്ഞാൽ in this animals the blood pumped by the heart is passed into the body cavity-യിലേക്ക് ഡയറക്റ്റ് ആയിട്ട്. ഇപ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ പറഞ്ഞാൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് നെർവ്സിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ബോഡി ക്യാവിറ്റിയിലേക്ക് തന്നെ പോവാണ്. എൻ്റെ എക്സാമ്പിളാണ് ആർത്രോപോഡ, മൊളുസ്ക. നമ്മൾ കോക്രോച്ചിൻ്റെ ഒക്കെ പഠിച്ചപ്പം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആർത്രോപോഡ, mollusca kind example ആണ്. Animals with closed circulatory system. In this case, the blood pumped by the heart passed through series of blood vessels. It is present in phylum Chordata and Annelida. നമ്മളൊക്കെ അങ്ങനെയാണ്. Okay. Digestive system. On the basis of digestive system, organisms are divided into two. Animals with incomplete digestive system. There are some animals where alimentary canal has only single opening മാത്രമാണ്. alimentary canal ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ആനിമൽസ് വിത്ത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ there are some organisms their alimentary canal has two openings, mouth and anus. Such organisms are known as animals with complete digestive system. മനസ്സിലായല്ലോ. There are two types of digestion. Intracellular digestion which occur inside the cell. ഓക്കെ, സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷനെ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ സെല്ലുലാർ, ഇൻസൈഡ് സെൽ. ഓക്കെ, ഇനി എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് അല്ലേ. ഇറ്റ് ഇസ് ഡൈജഷൻ വിച്ച് ഒക്യൂർ ഔട്ട്സൈഡ് ദ സെൽ. ഓക്കെ, ഇനി റീപ്രൊഡക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസസ് ഇറ്റ്സ് യങ് വൺസ്. രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണുള്ളത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ. It is the fusion of male and female gametes. Two types of fertilization are there. Internal fertilization which take place inside the body. External fertilization which take place outside the body within a medium. Example frog ആണ്. ഓക്കെ, ഈ ഫ്രോഗിൻ്റെയിലൊക്കെ പറഞ്ഞാൽ എഗ്ഗ് ലേ ചെയ്തതിന് ശേഷം പിന്നീട് പുറത്ത് വെച്ചിട്ടല്ലേ അത് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിലൊക്കെ ഉള്ള പോലത്തെ ഫെർട്ടിലൈസേഷനാണ്. ബോഡീൻ്റെ ഉള്ളിൽ വെച്ചാണല്ലോ ഗമേറ്റ്സ് മീറ്റ് ചെയ്യുന്നത്. ഇനി ഡെവലപ്മെൻറ്റ്. ടു ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ദർ. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ യങ് വൺ ബിക്കംസ് അഡൽട്ട് വിത്തൗട്ട് ലാർവൽ സ്റ്റേജ്. ഒരു ലാർവൽ സ്റ്റേജിൽ ഇല്ലാതെ യങ് വൺസ് ഡയറക്റ്റ് അഡൽട്ട് ആവുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ത്രൂ ലാർവൽ സ്റ്റേജ്. ഒരു ലാർവൽ സ്റ്റേജിലൂടെ കടന്നു പോയതിന് ശേഷം ഉള്ള ഡെവലപ്മെൻറ്റിനെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒവിപാരസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഔട്ട്സൈഡ് ദ ബോഡി വിത്തിൻ എ എഗ് ഷെൽ. എക്സാമ്പിൾ ബേർഡ്സ് ആണ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് ദ യൂട്രസ് ഓഫ് മദർ. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ വിവിപാരസ് ആണ്. ഇത് ബോഡിൻ്റെ ഔട്ട്സൈഡ് ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ, ഒരു എഗ് ഷെല്ലിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഒവിപാരസ്. ഈ ഓവോവിവിപാരസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് ദ എഗ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദ ബോഡി. സ്നേക്കിൻ്റെ ഒക്കെ അങ്ങനെയല്ലേ. ഓക്കെ, സ്നേക്ക് പറഞ്ഞാൽ വൈപ്പറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വൈപ്പർ, സ്പൈഡർ, ഷാർക്കൊക്കെ അങ്ങനെയാണ്. എഗ്ഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, പക്ഷേ ആ എഗ്ഗ് ബോഡീൻ്റെ ഉള്ളിലായിരിക്കും. അതാണ് ഓവോവിവിപാരസ്. ഇനി പാരാസുവോളജി എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പോറിഫറ. വെറുതെ ഓർത്ത് വെച്ചാൽ മതി. പാരാസുവോളജി പോറിഫറനെ കുറിച്ചുള്ള സ്റ്റഡി.
ഇൻ സം ഓർഗാനിസം ബോത്ത് സെക്സസ് ആർ പ്രസൻറ്റ് ഇൻ ഇൻഡിവിജ്വൽ. അതിന് പറയുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ് ഓർ ബൈസെക്ഷൽ ഓർ മൊണീഷ്യസ്. രണ്ട് സെക്സും ഒരു ബോഡിയിൽ തന്നെ പ്രസൻ്റ് ആവുന്നതിന്. ഇൻ സം ഓർഗാനിസം സെക്സസ് ആർ സെപ്പറേറ്റ്, സോ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ആർ പ്രസൻറ്റ്, നോൺ ആസ് ഗോണോകോർ ഓർ യൂണിസെക്ഷൽ ഓർ ഡൈഷ്യസ്. അതായത് ഇപ്പം നമ്മളൊക്കെ ഇതിൽ പെട്ടതാണ്, മെയിൽ വേറെ ഫീമെയിൽ വേറെ അങ്ങനെയല്ലേ, രണ്ടും കൂടി ഒന്നിലല്ലല്ലോ. അതിനെ പറയുന്ന പേരാണ് ഗോണോകോർ, യൂണിസെക്ഷൽ ഓർ ഡൈഷ്യസ്. പിന്നെ അതാ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. കിങ്ഡം ഒക്കെ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയാൽ മതി, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഫൈലം പോറിഫെറ, സ്പോഞ്ചസ് എന്നറിയപ്പെടുന്ന ഫൈലമാണ്. ഓക്കെ, they are primitive multicellular organism with cellular level of organization. They are mostly marine and some are freshwater forms, mostly asymmetrical and acoelomate. Body consists of numerous pores called ostia. It opens into body cavity called spongiocele and opens out through osculum. They have water canal system by which food captivating, respiration and excretion etc. take place. Water moves in the order ostiae കൂടെ സ്പോഞ്ചോസിയിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നു, ഓസ്കുലത്തിലേക്ക് പോകുന്നു, ഓസ്കുലം വഴി ഔട്ട്സൈഡ്. ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. സ്പോഞ്ചോസീൽ ഈസ് ലൈൻഡ് ബൈ ഫ്ലജല്ലേറ്റഡ് കോളാർ സെൽസ് ഓർ കോയാനോസൈറ്റ്സ്. അത് സ്പോഞ്ചോസീൽ പറഞ്ഞാൽ ബോഡി ക്യാവിറ്റിയാണ് കേട്ടോ പോറിഫറിൻ്റെ. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് വാട്ടർ കറൻറ്റ്. അതാണ് വാട്ടർ കറണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഫ്ലജല്ല പോലുള്ളൊരു സെൽസാണ്. ഓക്കെ, ഫ്ലജല്ലേറ്റഡ് സെൽസ്. ഡൈജഷൻ ഇൻട്രാസെല്ലുലാർ ആണ്. റീപ്രൊഡക്ഷൻ ഈസ് ബൈ എസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് പഠിച്ചാൽ മതി ഓരോന്ന്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ അതിൽ കാണുന്നുണ്ട്. They are hermaphrodites. Both sexes are present in same individual. Fertilization internal ആണ്, അതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ ബോഡീൻ്റെ ഇൻസൈഡിൽ. ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് വിത്ത് ലാർവൽ സ്റ്റേജ്. ലാർവേ ആർ ആംഫിബ്ലാസ്റ്റുല ആൻഡ് പാരൻകൈമുല. ഓക്കെ, എക്സാമ്പിൾ അതൊന്നും നോക്കണ്ട, ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലാണ്, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമ്പിൾ സൈക്കൺ, യൂസ് സ്പോഞ്ചിയ, സ്പോഞ്ചില്ല. എക്സാമ്പിൾസും എൻ്റെ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടെക്സ്റ്റിൽ കഴിഞ്ഞ എക്സാമിന് ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ചത് ഡയഗ്രാം വെച്ചിട്ടാണ്. അപ്പം എക്സാമ്പിൾസും ഡയഗ്രാം പഠിക്കുക. ഇനി സീലിൻഡ്രേറ്റ. ഓക്കെ, ഫൈലം നിഡേറിയ ഓർ സീലിൻഡ്രേറ്റ. നിഡോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നിഡേറിയയാണ്. ഇതൊക്കെ അധികം എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ആ പോയിൻ്റ് മാത്രം പഠിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. They are aquatic, mostly marine, sessile or free swimming, tissue level organization, radial symmetry, diploblastic. Name Nidaria is derived from nidoblast or nidocyte, which contains stinging capsule or nematocyte used for food capture. Nidaria അതിന് വരാൻ കാരണം അതിൻ്റെ ബോഡിയിലുള്ള നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ് അതുള്ളത് കൊണ്ടാണ്. ഓക്കെ, നിഡോബ്ലാസ്റ്റ് ആർ പ്രസൻറ്റ് ഓൺ ടെൻഡക്കിൾസിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. നിഡോബ്ലാസ്റ്റ് ഒരു സ്റ്റിങ് ചെയ്തുകൊണ്ട് തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, സെൻട്രൽ വാസ്കുലാർ ക്യാവിറ്റി ഈസ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റിയാണ്. ഓപ്പണിംഗ് ഓഫ് ദി ക്യാവിറ്റി ഈസ് കോൾഡ് മൗത്താണ്, വിച്ച് ഈസ് പ്രസൻറ്റ് ഓൺ ഹൈപ്പോസ്റ്റോം. ഡൈജഷൻ ഈസ് ബോത്ത് ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഫോംസ്. 2 ഫോംസിലാണ് നിഡേറിയനെ കാണപ്പെടുന്നത്, പോളിപ്പ് ആൻഡ് മെഡ്യൂസ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഓക്കെ, സെസൈലാണ്, ഇത് ഫ്രീ സ്വിമ്മിങ് ആണ്, സിലിണ്ട്രിക്കലാണ്, ഇവിടെ അംബ്രല്ലയാണ്. എസെക്ഷൽ ഫോംസ് ആണ്, സെക്ഷൽ ഫോംസ് ആണ്. മൗത്ത് ഈസ് അപ്വേർഡ്ലി ഡയറക്റ്റഡ്, മൗത്ത് ഈസ് ഡൗൺവേർഡ്ലി ഡയറക്റ്റഡ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഹൈഡ്ര അഡംസിയ, ഇതെന്തായാലും പഠിക്കണം കേട്ടോ. എക്സാമ്പിൾ ഒറേലിയ. ഇൻ സം നിഡേറിയൻസ് polyforms medusa by asexual reproduction and medusa form polyp by sexual reproduction. This is called alternation of generation or metagenesis. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, some Nidarians have skeleton made up of calcium carbonate called corals. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് നിഡേറിയ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. ഫൈസാലിയ, അഡംസിയ, ഗോർഗോണിയ, പെനാറ്റുല, മീൻഡ്രീൻ, ഒറേലിയ, ഹൈഡ്ര, ഒബീലിയ. ഫൈലം ടിനോഫോറ.
Commonly known as sea walnut or comb jellies, they are exclusively marine. മറൈനിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മറൈനിൽ കാണപ്പെടുന്ന ഒരു സ്പീഷീസാണ്, ഒരു ഫൈലമാണ്. ടിനോഫോറ സ്പീഷീസാണ്, ഫൈലമാണ് ടിനോഫോറ. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അസിലോമേറ്റ് ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ബൈലാട്രൽ സിമെട്രി ആണ്. ബോഡി ബെയർസ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലെയിൻസ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. കോംപ്ലെയിൻസ് ഉണ്ട് ബോഡിയിൽ, 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയ ഉള്ള കോംപ്ലെയിൻസ് ഉണ്ട്, അതാണ് ഇതിൻ്റെ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ദേ ഹാവ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് ആൻഡ് ദെർഫോർ നോൺ ആസ് ബയോലൂമിനസെൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, സെക്സസ് ആർ യുണൈറ്റഡ്, ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. എക്സാമ്പിൾ ടിനോപ്ലാന, പ്ലൂറോബ്രാക്കിയ. ഈ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് മോസ്റ്റ്ലി എൻഡോ പാരസൈറ്റ് ആണ്, ഫൗണ്ട് ഇൻ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് some are freshwater forms. They have dorso-ventrally flattened body, hence called flatworms. Organ level of organization bilateral symmetry, triploblast, coelomate. പാരസൈറ്റ് എൻഡോപാരസൈറ്റും ആണ്, എക്സോപാരസൈറ്റ് ആണ്, രണ്ടും ഉണ്ട്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ പാരസൈറ്റിക് ഫോംസ്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആണ് പാരസൈറ്റിക് ഫോംസിലുള്ള അതിൻ്റെ രൂപങ്ങൾ. ഓക്കെ, some of them absorb nutrients directly from host through body surface. Incomplete alimentary canal എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, നേരത്തെ പറഞ്ഞിരുന്നു. ആൻഡ് ഡൈജഷൻ ഈസ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഇൻ ഫ്രീ ലിവിങ് ഫോംസ്. ഫ്രീ ലിവിങ് ഫോംസിൽ ഇൻട്രാ സെല്ലുലാർ ആണ്, പൊതുവേ എൻ്റെ എക്സ്ട്രാ സെല്ലുലാർ ആണ്. ഓക്കെ, excretion by protonephridia with flame cells. Sexes are not separate, hermaphrodite. Fertilization is internal, indirect development through many larval stage. Some platforms show high power of regeneration. And example ആണ് planaria. Example of platyhelminthes, Taenia fasciola, planaria. Okay.